ഗൈസ് നമ്മളങ്ങനെ ഏടം പോകുന്ന പറഞ്ഞേ മങ്കിടി. ആ മങ്കിടി എന്തിന്? ക്രിസ്മസിന്റെ ഇതാ ഞാൻ ബേക്കില്ല, ഇനി മുന്നിൽ നോക്കി. ഗൈസ് രണ്ടിനും ചാടികളായിട്ട് ഇങ്ങൊന്നും വിചാരിക്കുന്നു വേണ്ടിട്ടാ, രണ്ടും കണക്കന്നെ പൊട്ടത്തി മര. ലാബിൽ ക്രിസ്മസിൻ്റെ പേരല്ല, അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷന് പിന്നെ കുറച്ച് സാധനം വാങ്ങാൻ അയച്ചതാ ലാബിൽ നിന്ന്. അതായത് എല്ലാവരും കൂടി ഒന്ന് പിരിവിട്ട് ഒരു 1000 സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ഐറ്റംസൊക്കെ വാങ്ങി ലാബ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടിനെയും കൂട്ടി മങ്കിടി അടുത്തൊരു ടൗണിലേക്ക് പോയതാ. അങ്ങനെ രണ്ടിനെയും കൂട്ടി ഇങ്ങനെ എന്തൊക്കെയോ ചളികളും പറഞ്ഞ് നടന്നൊരു കടയിൽ കയറി. അവിടുന്ന് പിന്നെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പക്ഷേ അതൊരു ചെറിയ കടയാണ്. പക്ഷേ അധികം സാധനങ്ങളൊന്നുമില്ല. പക്ഷെ അതിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പെണ്ണുങ്ങളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കണക്കന്നല്ലോ. അങ്ങനെ നടന്ന് മാറി അടുത്ത കടയിൽ കയറുമ്പോൾ തന്നെ അതാകുമ്പോൾ ഒരു മിററ്. പിന്നെ ഒന്നും നോക്കിയിട്ട് ഗൈസ് ഒരു ഫോട്ടോ എടുത്ത്. അങ്ങനെ അവർ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ആക്കുന്നുണ്ട്. എന്തൊക്കെയോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു കണ്ണട എടുത്ത് മിററിലേക്ക് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലുക്കായിപ്പോയില്ല, എന്ത് ചെയ്യാനാ. ഞാൻ അവരവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇതാണ് സാധനങ്ങൾ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട്. ആർക്കറിയാം എന്താവുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങി അടുത്ത കടയിൽ കയറാം. ഫണ്ട് ഇനിയും ബാക്കിയുണ്ട്, തീർക്കണ്ടേ. അങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് കയറിയതാ. കയറുമ്പോൾ തന്നെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ. അങ്ങനെ ഫുഡൊന്നും മെയിൻറ്റാക്കുന്നില്ല, മെയിൻറ്റാക്കിയാൽ പിന്നെ പൈസ വന്ന് വയ്യ അറിയാമല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചേച്ചിനോട് ചോദിച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇല്ലേന്ന്. ചേച്ചി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നടന്നു പോയി. അങ്ങനെ അവർ രണ്ടും ക്രിസ്മസ് ഐറ്റംസിന് ഡെക്കറേഷൻ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്നില്ല മൈൻഡിൽ അങ്ങ് മുമ്പോട്ടൊക്കെ നടന്നു പോയി. അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ട്. അവരെന്തൊക്കെയോ സെലക്ട് ആക്കുന്നുണ്ട്. ലാസ്റ്റ് അറിയാം എന്തൊക്കെ വാങ്ങിയെന്ന്. ഗൈസ് അങ്ങനെ ഇതാണ് നടന്നു വാങ്ങിയ സാധനം. അങ്ങനെ ബില്ലിങ്ങിന് വേണ്ടി കൊടുക്കാം. 2 വ്ളോഗർമാരാ വീഡിയോ എടുക്കുന്ന നോക്കിറാ. വലിയ സബ്ബൊന്നുമില്ല, പക്ഷെ എന്നാലും എനക്കും വലിയ സബ്ബൊന്നും ഇല്ലായിരിക്കും, എന്നാലും എടുക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്ന വയ്ക്കുന്നത് ഇവരോട് ചായ വാങ്ങി തീർവയ്ക്കുന്നത്. എന്ത് ചെയ്യാനാ, വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തൊള്ള കൂട്ടില്ല. അങ്ങനെ ജ്യൂസും കടിയൊക്കെ വാങ്ങിപ്പിച്ചാടി ഇരിക്കുക കണ്ട. അതുകൂടാതെ ഒരു കട്ട്ലേറ്റ് എക്സ്ട്രാ കൂടി വാങ്ങിപ്പിക്കും. അങ്ങനെ ഗൈസ് ചായയും കടിയൊക്കെ കുടിച്ച് ജ്യൂസും കടികളൊക്കെ കുടിച്ച് തിരിച്ച് ലാബിലേക്ക് പോവുക ഗൈസ്. വണ്ടിയുമായി പോലീസിലെ പോകുന്നത്. പോലീസൊന്നും പൊക്കാണ്ടെന്നാൽ മതിയാണ്, പൊക്കിയാൽ തീർന്നു. അങ്ങനെ ലാബിലെത്തി. ലാബിൽ നിന്ന് പിന്നെ സാധനങ്ങളൊക്കെ ടേബിളിലൊക്കെ നിരത്തി വെച്ച് അടുത്ത ഡെക്കറേഷൻ ഞാൻ പോവാം. ഓരോ സാധനവും റീത്തിൻ്റെ മുകളിൽ അത് ഇത് എന്തൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ആർക്കറിയാം ലാസ്റ്റ് എന്താകുമെന്ന്. ലാസ്റ്റ് കണ്ടറിയാം. അങ്ങനെ ഗൈസ് മേരി ക്രിസ്മസിൻ്റെ ആ സാധനം മെയിൻ ഡോറിലങ്ങ് ഒട്ടിച്ച് വെക്കുക. ഡബിൾ ടപ്പ് സ്റ്റിക്കറൊക്കെ വെച്ച്. പിന്നെ സ്റ്റാർ, ബോള്, അങ്ങനത്തെ എന്താ സംഭവങ്ങളൊക്കെ മറ്റേ ടോയ് എന്ന് പറയുന്ന സാധനത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഡെക്കറേഷൻ്റെ എക്സൈറ്റ്മെൻറ്റില്ലേ എല്ലാം ഉണ്ടും. ലാസ്റ്റ് കണ്ടറിയാം കൊളാവോ അല്ല സൂപ്പറാവോ എന്ന്. എന്തായാലും കൊളാവൊന്നും ഇല്ലായിരിക്കും അല്ലേ. അങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങനെ മേലെ ആടെ കൂട്ടിച്ച് വെക്കുക ഗൈസ്. ഇതാണ് ലാബിലെ ടീംസ്. ഇനിയും കുറേ ഉണ്ട്. ഇതിപ്പം രാത്രി ഡെക്കറേഷന് കുറച്ച് ആൾക്കാരില്ല. അങ്ങനെ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു വ്യൂ ആയത്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ. കുഴപ്പമില്ല, പൊളിയാ. ലുക്കൊക്കെ ആയിട്ടുണ്ട്, കോളായിട്ടൊന്നുമില്ല, എന്തായാലും അടിപൊളിയാണ്.